ഇന്ത്യ, റഷ്യ, ചൈന എല്ലാം കൂടെ ചേർന്ന് റിക്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിക്കൊണ്ട് അവർ ലോകത്തിലെ ഒരു സൈനിക സമവാക്യമായി മാറാൻ പോവുകയാണെന്നൊക്കെയുള്ള ഒരു ചില സൂചനകൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടുകൂടി ഉണ്ടാവും എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ചൈന പൂർണ്ണമായിട്ടും അതിർത്തി പ്രശ്നങ്ങളിൽ അവർ ഉന്നയിക്കുന്ന അതെല്ലാം അവർ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുന്ന അതിർത്തി നിയന്ത്രണ രേഖ അന്താരാഷ്ട്ര അതിർത്തിയായിട്ട് അംഗീകരിക്കാനായിട്ട് തയ്യാറായാൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാകുന്നതാണ്. പക്ഷേ ചൈനയ്ക്ക് ഒരിക്കലും അതൊന്നും സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവിടെ ടിബറ്റുമായിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. ടിബറ്റ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പബ്ലിക്കായിട്ട് പറയാനായിട്ട് ഒരിക്കലും ചൈനയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ വളരെ വിരളമായിട്ട് കാണുന്നുള്ളൂ. ചിലപ്പം കുറേ കാലത്തേക്ക് ചൈന ചിലപ്പം സൈലൻ്റായിട്ട് നിൽക്കാനായിട്ട് സാധിച്ചാൽ തന്നെ അതൊരു വലിയ നേട്ടമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62 തൊട്ട് 2020 വരെ ചൈന ലോകത്തിലെ ഇന്ത്യക്കാരും വലിയ ഒരു സൈനിക ശക്തിയായിരുന്നു. പക്ഷേ 2020 ശേഷം ഇന്ത്യയും ചൈനയാണ്ട് തുല്യ ശക്തികളായിട്ടാണ് സൈനിക നേതൃത്വ അവലോകന വിദഗ്ധന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇന്നിപ്പോൾ നേരിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ആരും ജയിക്കുകയില്ല, ആരും തോക്കുകയില്ല, രണ്ടുപേരും തകരും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ചിലപ്പം ഒരുപക്ഷെ ചൈനയെ തോൽപ്പിക്കാൻ പോലും ഇന്ത്യക്ക് സാധിക്കുമെന്നൊക്കെയാണ് ചില സൈനിക വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയോട് ഇനി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ഒരിക്കലും ചൈന ഇനി വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിന് വേണ്ടി ചിലപ്പം ചൈനീസ് നേതാക്കൾ ശ്രമിക്കും. കാരണം അവരൊരു റിയാലിറ്റി മനസ്സിലാക്കുകയാണ്. ഇന്ത്യ പഴയ പോലെ ഒരു എപ്പോഴും കയറി ആക്രമിച്ച് തോൽപ്പിച്ച് പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു സൈനിക ശക്തി അല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്നത് പോലെ ആകും, അല്ലെങ്കിൽ മണ്ടത്തരമായി പോകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ചൈനീസ് നേതാക്കളൊക്കെ നല്ല വിദ്യാഭ്യാസവും വിവരമുള്ളവന്മാരാണ്, ഊളന്മാരല്ല. പാകിസ്ഥാന്റെ നേതാക്കന്മാരെ പോലെ ഊളന്മാരല്ല. പാകിസ്ഥാന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഇല്ലാത്തവരാണ്. അവർ ഇസ്ലാമിക ഫോബിയവാദി അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എവിടെയെങ്കിലുമൊക്കെ പൊട്ടഗ്രന്ഥത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് നടക്കുന്നതുകൊണ്ടാണ്. അവരിനിയിപ്പം ഇന്ത്യ കിഴക്ക് നിന്ന് ആക്രമിക്കും, പടിഞ്ഞാറ് നിന്ന് ആക്രമിക്കും എന്നൊക്കെ പറയുന്നതിൽ അതൊരു കാര്യമില്ല. ഇന്ത്യ ആക്രമിച്ചതിനേക്കാൾ ഇന്ന് ലോകത്തിലെ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളോട് ഒന്നിച്ചു നിന്നാൽ പോലും ഇന്ത്യ തോൽപ്പിക്കാൻ സാധിക്കില്ല. അത്രയും വലിയൊരു സൈനിക ശക്തിയായിട്ട് ഇന്ത്യ അന്ത്യകാലത്ത് വളർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്ത്യ ഈ ചിന്താഗതിയിലേക്ക് പോകാനായിട്ട്.